ഹലോ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ചെയ്യുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ്. ദാ ഈ ബോട്ടിലാണ് ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. നല്ല നീളമൊക്കെ ഉള്ള നല്ലൊരു ബോട്ടിലാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് കുറച്ച് ഗ്ലൂ എടുക്കാം. വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. എപ്പോഴും പറയാനുള്ളത് പോലെ തന്നെ 2:1 റേഷ്യോയിൽ വൈറ്റ് ഗ്ലൂവും വാട്ടറും എടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് വൂളൻ ത്രെഡാണ്. അപ്പോൾ ഈ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനൊക്കെ നിങ്ങൾക്ക് എടുക്കാം. അതേപോലെ ഇഷ്ടമുള്ള പാറ്റേണിലൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇതാ ഈ താഴെ ഒട്ടിച്ചു കൊടുക്കുമ്പം ഒന്ന് ശ്രദ്ധിച്ച് ഒട്ടിച്ചു കൊടുക്കാം, കാരണം ഇതൊരു ബോർഡർ അല്ലേ. അങ്ങനെ ഇതാ ഫസ്റ്റ് ലെയർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് ആ എൻഡ് ഇത്തിരി ഗ്ലൂ തേച്ചിട്ട് മെല്ലെ അതിനിടയ്ക്കോട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ മതി. സെക്കൻഡ് ലെയറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വൈറ്റ് ആണ്. അപ്പോൾ വൈറ്റ് ത്രെഡും ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അടുത്തത് ഞാൻ എടുത്തിരിക്കുന്നത് റെഡാണ്. അപ്പോൾ റെഡും ഇതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഈ നെക്കിൻ്റെ പോർഷനിലേക്ക് വന്നപ്പോഴത്തേക്ക് ഇവിടെ കേർവ്ഡ് പോർഷൻ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ നമ്മളിതിങ്ങനെ ചുറ്റി കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കണം. കേർവായിട്ടിരിക്കുന്ന സ്ഥലത്ത് എത്തുമ്പോഴത്തേക്ക് നമ്മൾ വലിച്ചിട്ടൊന്നും ചുറ്റരുത്, മെല്ലെ അവിടെ വെച്ച് കൊടുത്തു പോകണം. ഇപ്പോൾ ഇതാ നല്ല ഭംഗിയായിട്ടില്ലേ. ഇനിയിപ്പോൾ ഇത് നെക്ക് പോർഷനുണ്ട്, അവിടെ ഞാൻ വൈറ്റ് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ച് എഴുതണം കേട്ടോ, കാരണം അവിടെ കേർവ്സ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഇങ്ങനെ വരകളൊക്കെ പോലെയല്ലേ. അപ്പോൾ അതിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചൊട്ടിച്ചു കൊടുക്കുക. മുകളിലത്തെ പോർഷനിൽ ആ എൻഡ് പോർഷൻ ആ ടിപ്പ് വരുന്നത് ഒന്ന് ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ അങ്ങ് തേച്ച് വെച്ചാൽ മതി, അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇപ്പോൾ ഇതാ കണ്ടോ, പെയിൻ്റ് ഒന്നും അടിച്ചില്ലെങ്കിലും വലിയ ഡെക്കറേഷനൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയാക്കി എടുക്കാൻ പറ്റിയില്ല ആ ബോട്ടിലിനെ. എനിക്ക് തോന്നുന്നു ഇതേ ലൈറ്റ് ഷെയ്ഡ് ആണെങ്കിൽ ഒന്നുകൂടി ഭംഗിയായിരിക്കും കേട്ടോ. ലൈറ്റ് ഷെയ്ഡ് പല കോമ്പിനേഷൻ എടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്ത് നോക്ക്. ഇനിയിപ്പോൾ ഈ ബോട്ടിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പിസ്തായുടെ തോടാണ്. പിസ്തായുടെ തോട് നന്നായിട്ട് കഴുകിയിട്ട് ഉണങ്ങിയെടുക്കണേ. ഇനി പിസ്തായുടെ തോട്ടിൽ ഞാൻ കുറച്ച് കളർ അടിക്കുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനൊക്കെ എടുക്കുക. ഞാൻ എടുത്തിരിക്കുന്നത് അതാ ഈ കളറുകളൊക്കെയാണ്. ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അക്രിലിക് പെയിൻ്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ അടിച്ചിട്ട് അത് വെച്ചിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ട് മറ്റേ സൈഡിൽ അടിക്കാം. ഞാൻ രണ്ട് രീതിയിലും ചെയ്ത് നോക്കി. രണ്ട് രീതിയിലാണെങ്കിലും ഒരു കുഴപ്പമില്ല. ഒരുമിച്ച് രണ്ട് സൈഡും പെയിൻ്റ് അടിച്ചിട്ട് വെച്ചാലും ഉണങ്ങി കിട്ടും. കയ്യിൽ പറ്റി അതിൻ്റെ കളർ പോവുകയോ അങ്ങനെ പ്രശ്നമൊന്നും വരില്ല കേട്ടോ. ഇതാ ഇപ്പോൾ എല്ലാം ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങാൻ വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും വെക്കാം കേട്ടോ, കാരണം ഉള്ളിൽ ആ കേർവായിട്ടുള്ള പോർഷനിലൊക്കെ ഒന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടും. തിരിച്ച് വെക്കുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. ഇനി കട്ടിയുള്ളൊരു പേപ്പറോ അല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ ഒരു പേപ്പറോ എന്തെങ്കിലും എടുത്തിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇനി ഇത് പിസ്തായുടെ ഷെല്ല് വെച്ചിട്ട് ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. ഒന്നൊന്നിൻ്റെ ഉള്ളിലേക്ക് വെക്കുക, എന്നിട്ട് പുറമേ ഒന്ന് കവർ ചെയ്ത് വെക്കുക. ഇപ്പം നല്ലൊരു ബഡായിട്ട് കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ പുറമേ നമുക്ക് ഈ ഷെല്ല് അറേഞ്ച് ചെയ്ത് കൊടുത്താൽ നല്ല ഫ്ലവേഴ്സൊക്കെ കിട്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അതിനടുത്തൊരു ബെലൈക്കൺ വരും, അതിൽ ഓൾ നോട്ടിഫിക്കേഷൻ കൂടി കൊടുത്തേക്കണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കണം കേട്ടോ. ബഡ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒട്ടിച്ച് കൊടുക്കാം ഈ പേപ്പറിലേക്ക്. അപ്പോൾ അതിലിത്തിരി ഗ്ലൂ തേച്ച് കൊടുക്കുക. നിങ്ങൾക്ക് ഫെവി ബോണ്ട് യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ദാ ഈ ഗ്രീൻ പിസ്ത ഷെല്ല് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ബഡ് കൂടി ഒട്ടിച്ച് കൊടുക്കാം. ഇനി വേറെ ഒരു പാറ്റേൺ ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബോർഡിലേക്ക് ഗ്ലൂ തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൽ ഗ്രീൻ ഒട്ടിച്ച് കൊടുത്തു. ഇനി അതിൻ്റെ മുകളിൽ ലെയറായിട്ട് റെഡ് ഒട്ടിച്ച് കൊടുക്കുക. ഇനി ബഡ് കൂടി ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കാം. രണ്ട് ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അടുത്തത് ഞാൻ എല്ലയാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ഇത് ഇതുപോലെ തന്നെ ഫ്ലവർ ആക്കി എടുക്കാം. ഇത് ഞാൻ ഇത്തിരി വലിയ ഫ്ലവർ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ്. ഈ ബോർഡിൽ ഇങ്ങനെ ഗ്ലൂ തേച്ച് കൊടുക്കുക. ഫസ്റ്റ് ബഡ് റെഡിയാക്കി ഒട്ടിച്ച് കൊടുക്കുക. അതിന് ചുറ്റും ഓരോ പിസ്ത ഷെല്ലും അറേഞ്ച് ചെയ്ത് വെക്കുക. പല ലെയറായിട്ട് വെക്കുക. അപ്പോൾ എത്ര വലിപ്പത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം. ഇനി ഔട്ടർ ലെയറായിട്ട് ഞാൻ ഗ്രീൻ കൂടി ഒട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ദാ 3 ഫ്ലവേഴ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ ബോട്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഈ പുറത്തെ ഈ കവർ ഉണ്ടല്ലോ, ഈ പേപ്പർ, അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബോട്ടിലൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ ഗണ്ണോ അല്ലെങ്കിൽ ഫെവിബോണ്ടോ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. അപ്പോൾ ഇതാ കഴിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടില്ലേ? ഇതേപോലെ പല കളർ കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത്, കമൻറ്റ് ഇടാൻ മറക്കരുത്. പിന്നെ എന്താ, സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കും ഒക്കെ ആയിട്ട് ഞാൻ വരാം. DIYs ഉണ്ടാവും. അപ്പോൾ നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്